അംശി മുംബൈയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ കരിമ്പിൻ മേഖലയ്ക്ക് പുത്തൻ ഉണർവായിരുന്നു അന്നുവരെ വേസ്റ്റായി തള്ളിക്കളഞ്ഞിരുന്ന കരിമ്പിൻ ചെണ്ടി ഉപയോഗിച്ചുള്ള എത്തനോൾ ഉൽപാദനം. ഈ ഉൽപ്പന്നത്തിന് വിപണി കണ്ടെത്തിയത് ഒരു മലയാളിയാണ്. ഉപരിപഠനത്തിനായി നഗരത്തിലെത്തി തികച്ചും യാദൃശ്ചികമായി ബിസിനസ് രംഗത്തേക്ക് കാലെടുത്തു വെച്ച് ജീവിത വിജയം കെട്ടിപ്പടുത്ത സുകുമാര പണിക്കർ. എത്തനോൾ ഗതാഗത ഇന്ധനമായി പല രാജ്യങ്ങളിലും ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത ബയോമാസ് പുളിപ്പിച്ചാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. മഹാരാഷ്ട്രയിലെ കരിമ്പിൻ മേഖലയ്ക്ക് വിപ്ലവാത്മകമായ ഒരു തുടക്കമായിരുന്നു അന്നുവരെ വേസ്റ്റായി തള്ളിക്കളഞ്ഞിരുന്ന കരിമ്പിൻ ചണ്ടി ഉപയോഗിച്ചിട്ടുള്ള എത്തനോൾ. ഉൽപാദനത്തിന് വിപണി കണ്ടെത്തിയ സുകുമാര പണിക്കരുടെ തീരുമാനം ഈ മേഖലയ്ക്ക് പുതിയ ജീവൻ നൽകി. ഞാൻ മഹാരാഷ്ട്ര പൊളിറ്റിക്കൽ ലെവലിൽ സ്റ്റുഡൻസ് ലെവലിൽ നിന്ന് പൊളിറ്റിക്സിൽ വന്ന സമയമായതുകൊണ്ട് എല്ലാ ഷുഗർ ഫാക്ടറീസുമായിട്ടുള്ള കണക്ഷൻസും ഓൾമോസ്റ്റ് മഹാരാഷ്ട്രയിലുള്ള ഒരുവിധം ഷുഗർ ഫാക്ടറീസ് അതിൻ്റെ ചെയർമാൻമാർ MLA MP ഇവർ ഇവരായിട്ടുള്ള കണക്ഷൻസും കോൺടാക്ട്സും ഉണ്ടായിരുന്നുകൊണ്ട് ആക്സിഡന്റലി അന്ന് മഹാരാഷ്ട്ര ഡിസ്റ്റിലേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മിസ്റ്റർ വി കെ പാട്ടീൽ അദ്ദേഹത്തിന് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു ആശയം മുന്നോട്ട് വെച്ചു. അതായത് മഹാരാഷ്ട്രയിൽ എല്ലാ ഷുഗർ ഫാക്ടറിയോടനുബന്ധിച്ച് ഡിസ്റ്റിലറി ഉണ്ട്. ഈ ഡിസ്റ്റിലറിക്ക് മൊളാസസ് അതിനോടനുബന്ധിച്ച ഡിസ്റ്റിലറി. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റുകൾ, അതായത് ഇറ്റ് ഈസ് കോൾഡ് എത്തനോൾ. ഈ എത്തനോൾ വളരെയധികം കെട്ടിക്കിടക്കുന്നൊരു സമയമായിരുന്നു. അതിന് ഒരു 3 ആപ്ലിക്കേഷനാണ് മെയിനായിട്ടുള്ളത് എത്തനോളിൻ്റെ. അത് എത്തനോളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പോർട്ടബിൾ പർപ്പസിനാണ്, അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വേഴ്സ് ഉണ്ടാക്കുന്നത്. വേറൊന്ന് ഇൻഡസ്ട്രിയൽ പർപ്പസിന് പല പെട്രോകെമിക്കൽസിലും പെയിന്റ് ഇൻഡസ്ട്രിയിലും പെർഫ്യൂം അതുമായിട്ടുള്ള വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ്. മൂന്നാമത് ആ കാലങ്ങളിൽ ബ്രസീലിൽ ജസ്റ്റ് ട്രൈ ചെയ്യുന്നൊരു സമയമാണ്, അതായത് എത്തനോളിനെ ബയോഫ്യൂവലായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നമുക്കിതിൻ്റെ മാർക്കറ്റിംഗ് നമുക്ക് വേൾഡ് ഓവർ ഓർഡർ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അപ്പോൾ ഈ ലെവലിലാണ്, ഈ ബിസിനസ് ലെവലിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇച്ഛാശക്തിയും ആത്മാർത്ഥതയുമാണ് ഈ ഇടതു സഹയാത്രികന്റെയും ജീവിത വിജയം. യുവജന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മുൻനിര പ്രവർത്തനങ്ങളിലൂടെ നേതൃപാടവം തെളിയിച്ചിട്ടുള്ള സുകുമാര പണിക്കർ വ്യവസായത്തിലും തന്റെ ലീഡർഷിപ്പ് പ്രാവർത്തികമാക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ കോളേജിലെ യുവജന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മുൻനിര പ്രവർത്തനങ്ങൾ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സുകുമാരൻ 17ാമത്തെ വയസ്സിലാണ് ഉപരിപഠനത്തിനായി ഉല്ലാസ്നഗർ പാലാ ഡിസ്ട്രിക്റ്റിൽ മഹാരാഷ്ട്രയിൽ അന്ന് വളരെയധികം ആക്റ്റീവായിട്ട് യുവജന പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ നിന്നിരുന്നത്. അവിടെ ചെന്നതിന് ശേഷം യുവജന പ്രസ്ഥാനങ്ങളിൽ വളരെയധികം ആക്റ്റീവായി നല്ല റെസ്പോൺസിബിലിറ്റി ചെയ്തെടുക്കാറുണ്ടായിരുന്നു. ഉല്ലാസ് നഗറിലെ ജീവിതം സുകുമാര പണിക്കർക്ക് നേടിക്കൊടുത്തത് സിലബസിന്റെ പരിധിക്കപ്പുറത്തെ അറിവുകൾ തന്നെയായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ ഗൃഹാതുര സ്മരണകളായി മാറിയെങ്കിലും അതിന്റെ മൂല്യങ്ങൾ ഇന്നും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നവരാണ് സുകുമാര പണിക്കർ നിഷ ദമ്പതികൾ. കേരളത്തിലെ പരമ്പരാഗത കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജനിച്ചു വളർന്ന സുകുമാര പണിക്കർ നിഷ ദമ്പതികൾക്ക് മുംബൈയിലെ ന്യൂക്ലിയർ ജീവിതവുമായി പൊരുത്തപ്പെടുമ്പോഴും പഴയ നല്ല കാലങ്ങളെക്കുറിച്ച് പറയാൻ വാക്കുകൾ ഏറെയാണ്.
ഇപ്പോൾ ഞങ്ങൾ ബോംബെയിലായതുകൊണ്ട് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ അച്ഛനമ്മ 2 കുട്ടികൾ. അപ്പോൾ അതിൻ്റേതായ ചട്ടക്കൂടിൽ നിന്നിട്ടുള്ള ജീവിതമാണ്. ബോംബെ ലൈഫാകുമ്പോൾ പക്ഷേ കുട്ടികളൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അധികം ഡിഫിക്കൽട്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെയാണ് ഞങ്ങൾ ഫാമിലി ലൈഫ് ഇതായി പോകുന്നത്. പക്ഷെ പഴയ കാലത്തെ കുടുംബജീവിതവും ഇന്നത്തെ കുടുംബജീവിതവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങൾ ഞാനൊരു ജോയിൻറ്റ് ഫാമിലി, നായർ ജോയിൻറ്റ് ഫാമിലിയിൽ ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോൾ ആ ജോയിൻറ്റ് ഫാമിലിയെ അനുബന്ധിച്ച് അതിൻ്റേതായ ധാരാളം പ്ലസ് പോയിന്റുകളുണ്ട്. ജോയിൻറ്റ് ഫാമിലിയിലെ കൂട്ടുകുടുംബത്തിലെല്ലാവരും ഒത്തുചേരലും പുറത്തുള്ളവർ തന്നെ എല്ലാ ഫംഗ്ഷനിലും, അതായത് ഓണം, വിഷു, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒത്തുചേരുക.